ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് എന്തിനാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗോൾ ഓണമാണ്. ഇന്നാളല്ലായിരുന്നു എൻ്റെ ഓണം, ഇപ്പോഴാണ് ഓണം. എൻ്റെ ഇത്തിക്കല്ലേ ഇന്നാളാണെന്ന് തോന്നുന്നു. ഇന്നാളായിരുന്നു ഓണം. ഇപ്പം ഞാൻ ഓണത്തിന് പോവാണ്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ പൗഡർ ഇടാം. നമുക്ക് പൗഡർ ഇടുന്നല്ലേ, അപ്പം പൗഡർ അല്ലെങ്കിൽ നമുക്ക് പൗഡർ വേണ്ട, ഐലൈനർ വേണം. എനിക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഐലൈനർ എഴുതിയിട്ട് വേണം നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ വീഡിയോക്കകത്ത് നോക്കി എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഈ കണ്ണാടിക്കകത്ത് നോക്കിയാണ് എഴുതുന്നത്. അതിന് ശേഷം നമ്മൾ കരി എഴുതാം, അല്ലെങ്കിൽ എല്ലാവരും പടർന്ന് പഞ്ചപ്പോയി. അതുകൊണ്ട് നമുക്ക് കരി എഴുതാം. കരി വന്നില്ല ഗൈസ്. അങ്ങനെയാണ് ഈ കരിക്കെല്ലാം പ്രത്യേകതയുണ്ട്, ഭയങ്കര പ്രത്യേകത. എൻ്റെ അടി എടുത്ത് പഠിപ്പിക്കണ്ടേ. അപ്പോൾ എൻ്റെ ഓണം നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ഓണം എന്താണെന്ന് പറയണേ, എനിക്കറിയാനാ. എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഗായ് ഈ തലയിലേക്ക്. ഞാൻ എവിടെ പോയാലും എന്ത് കണ്ണെഴുതിയാലും ഞാൻ തലയിൽ വെച്ച് അങ്ങ് തൂക്കും. എനിക്ക് അതൊരു ശീലമായിട്ടുണ്ട് ഗായ്. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കത്തില്ല. അതിനുശേഷം നമ്മൾ ഐലാഷ് ഇടാം, മസ്കാര ഇടാം. ഐലാഷ് എന്നും പറയും, മസ്കാര എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറയാം. പറഞ്ഞുപോയി, സോറി ഗായ്സ്. ഇവിടെ പറ്റിപ്പോയി. അപ്പോൾ ഗൈസ്, ഇനി ആദ്യമേ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുക. ലിപ്സ്റ്റിക്കും എൻ്റെ പണിയാണ്. അപ്പോൾ ഗൈസ്, ഇനിയാണ് നമുക്ക് എന്ത് ഇടാം. ഞാൻ ആദ്യമേ ഒരു സംഭവം ഇട്ടില്ലേ, പൗഡർ. നമ്മൾ ഒന്നും ഇടാതിരിക്കത്തില്ല, ഇല്ല, മനസ്സിൽ ഓർത്ത് വെക്കും ഗൈസ്. എൻ്റെ കൂടുതൽ കൂട്ടുകാരിമാരെ എല്ലാം കാണിച്ചു തരാം ഗൈസ്. എൻ്റെ കൂട്ടുകാരിമാർ കുറേ പേരുണ്ട്. കൂട്ടുകാരിമാരുടെ പേര് ഇപ്പരേ പറയണോ? വേണ്ട അല്ലേ. ഞാൻ ഇനി എടുക്കുന്ന വീഡിയോ കൂളി ചെന്നിട്ട് എടുപ്പിക്കാം. അതിനകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൂട്ടുകാരിമാരെയെല്ലാം. ഓക്കെ, അതിനുശേഷം തന്നെ നമ്മൾ കുറേ സ്വർണ്ണ കാര്യങ്ങൾ ഇടുവാണ്. നമ്മൾ വളയിടാം. അതിൽ തന്നെ വളയിടാം. കുറച്ച് സസ്കുള്ള പണിയാണ്. രണ്ട് കയ്യിലും വളയിടണോ? ഇടണം അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഒരു കയ്യിൽ രണ്ടെണ്ണം ഇടണോ? ഇപ്പോഴത്തെ കയ്യിൽ പോയത് അല്ലേ? അപ്പോൾ ഗൈസ്, ഈ വളയ്ക്കെല്ലാം ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ മനസ്സിലാം. അതിനുശേഷം നമ്മൾ മോട്ടിലിടുക.
2 മോതിരമുണ്ട് ഗൈസ് എനിക്ക്. ചിലപ്പോൾ ഒരു കൈ 10 പറയപ്പോയതാണ്. എൻ്റെ ജീവൻ പോയി. ഭയങ്കര പണം. നമ്മൾ നിസ്സാരമായിട്ട്. നിങ്ങൾക്ക് എന്നെ അറിയാമോ? അറിയാലോ. ഇനി നമുക്ക് ഈ കയ്യിലൂടെ മോതിരം. ഈ കയ്യിലാണ് ഞാൻ ഇടുന്ന മോതിരം. ചിലപ്പോൾ ഇരിപ്പും. ഇപ്പം ഭയങ്കര ഇറുക്കമെന്ന് തോന്നുന്നു. കടിച്ച് മറിക്കണ്ട. കഴിഞ്ഞ വർഷം ഒന്ന് ഊരിപ്പോയതിൻ്റെ പാടിപ്പൊരു ഓർമ്മയുണ്ട്. അതിനുശേഷം നമ്മൾ കമ്മലിടുക. ഞാനേ ഇന്നാളൊരു വട്ടം കമ്മൽ കാണിച്ചായിരുന്നു. ജിമിക്കി പെണ്ണേ, പഞ്ചാബ് ജിമിക്കി പെണ്ണേ. മുടിയില കുരുങ്ങിയെങ്കിൽ ഞാൻ പിന്നിട്ടോളാം. ജിമിക്കി പെണ്ണേ, പഞ്ചായ പെണ്ണേ, നിന്റെ കുറുക്കൻ, നിന്റെ പഞ്ചായ പെണ്ണെ കുറുക്കൻ. അപ്പോൾ നമ്മൾ ഈ കഥയിലൂടെ കമ്മലിടും. അതിനുശേഷം എനിക്ക് മാലയിടുന്ന അറിഞ്ഞൂടെ ഗൈസ്. എന്തൊക്കെയാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. നിങ്ങളെ ഞാൻ ഇന്നാൾ കാണിച്ചിട്ടില്ലല്ലോ. ഇവിടെ വെറുതെ എന്തിനാ കെട്ടിയെന്ന് നമുക്ക് ചെറുതായിട്ട് അഴിച്ചു നോക്കണ്ടേ. ഇങ്ങനെ മാലയോ സോയോ ഗൈസ്, പണി വാളിപ്പോയി ഗൈസ്. ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്ന മാല. അപ്പം നമ്മൾ കട്ടാക്കണ്ട, നമുക്ക് ഒന്ന് ഇട്ട് പരീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഊരണം ഗൈസ്. ഹായ് ബൈ, ഞാൻ വരാവേ ഗൈസ്. ഹലോ ഗൈസ്, എൻ്റെ ഉമ്മയെ കൊണ്ടാണ് ഞാൻ മാല ഇടിപ്പിച്ചത്. എൻ്റെ പാവാട ഉടുപ്പ് വേണ്ട. അപ്പോൾ എനിക്ക് മുടിയിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും ഞാനൊന്ന് മുടിയിട്ട് നോക്കാം, പരീക്ഷിക്കണേ. എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ മുടി കെട്ടാന്. പക്ഷെ ഞാൻ വീണ്ടും ഒന്ന് ഉമ്മയെ കൊണ്ട് കെട്ടിപ്പിക്കാം ഗൈസ്. എന്നാലും നോക്കട്ടെ. നമ്മൾക്ക് ഈ ക്ലിപ്പെല്ലാം വെച്ചത് എങ്ങനെ വെക്കുന്നേ? ഈശ്വടാ, എങ്ങനെ വെക്കുന്നു? ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഉമ്മയെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ട് വരാം. ബായ്, വരാവേ ഗൈസ്. ഹലോ ഗൈസ്, ഞാൻ മാലയും മുടിയെല്ലാം കെട്ടി കമ്മലിട്ട് മുല്ലപ്പൂ വെച്ച് എൻ്റെ മുടി കാണിച്ചാൽ ഇങ്ങനെയാണ് എൻ്റെ ഉമ്മ കെട്ടിയത്. എൻ്റെ ചീത്തൻ്റെ ബർത്ത്ഡേ ആണോ ഗൈസ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് എടുത്തേക്കുന്നത് ഇതാണ്. 3 പൊട്ടും പിന്നെ 2 പേനയും പിന്നെ ഒരു അള്ളം. അപ്പം ചീത്തൻ്റെ ബർത്ത്ഡേ അടുത്ത വെള്ളിയാഴ്ചയാണ്. പക്ഷെ എനിക്ക് സ്കൂളടയ്ക്കുമല്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഉണക്കനാണ് കളിക്കുന്നത്. എന്നെ കൊള്ളാവോ? എൻ്റെ ചെരുപ്പ് കണ്ട കൊള്ളാവോ ഗൈസ്? കണ്ട ഗൈസ്, നല്ല വർക്കെല്ലാം അത്യാവശ്യമുണ്ട്. കണ്ടാ ഗൈസ്? അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.